ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. നമ്മളത് വർക്കിൽ കയറ്റിയിട്ടുണ്ട്. അത് കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 2 വണ്ടി സ്റ്റാർട്ടിങ്ങിൽ എടുക്കുമ്പോൾ ഫ്രണ്ട് ജർക്കിങ്, അതുപോലെ 2 ബ്രേക്ക് ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നു, അതുപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനെങ്കിൽ മാറ്റുക. അതൊക്കെയാണ് കംപ്ലയിൻറ്റ്. നമ്മൾ ആ വൈബ്രേഷന് വേണ്ടി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു. അത് ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള കംപ്ലയിൻ്റാണ് നമുക്ക് തോന്നുന്നത്. അതിന് വേറെ ക്ലച്ച് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ക്ലച്ചിൻ്റെ ആ കംപ്ലയിൻറ്റ് കാണിച്ചത് ഈ ഒരു വേരിയേറ്റർ ബോഡിയാണ്. ഈ വേരിയേറ്റർ ബോഡി അത്യാവശ്യം നല്ല രീതിയിൽ ഇതുണ്ട്. ഈ ബുഷ് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ആയിട്ടുണ്ട്. പ്ലേ ആകുമ്പോൾ ഓടിയിട്ട് ഇവിടെ ഈ തുരുമ്പിൻ്റെ അംശമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വേരിയേറ്റർ ബോഡിയും അതുപോലെ അതിൻ്റെ ഈ ബുഷ് ഡ്രൈവ് എന്ന് പറയാം, അത് മാറ്റുന്നു. അതുപോലെ ക്ലച്ചൊക്കെ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വീസിയിലൊന്ന് റീസെറ്റ് ആക്കണം. അതുപോലെ ഈ ക്ലച്ചിൻ്റെ ഉള്ളത്തെ ഈ ഓയിൽസിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലേക്ക് ആയിട്ടുണ്ട്. അതൊന്ന് ഓയിൽസിലൊന്ന് മാറ്റിയിട്ടൊന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ കേസ് ബാക്കിലേക്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് വീസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കാണ്. ഫ്രണ്ട് ബ്രേക്ക് മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കിടക്കുന്നത്. നമ്മൾ മെയിൻ അയച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ബ്രേക്സ് മാറുന്നു വരും. ഒന്നിനെ ബ്രേക്സ് മാറ്റി അതിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് വീസ് ചെയ്താലാണ് ആ ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിന് ഫ്രണ്ട് വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബുഷുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ഐഫോണിൻ്റെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. വീട് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന് ബുഷുകളൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ചേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ എഞ്ചിൻ ഓയിൽ മാറ്റാതായിട്ട് എഞ്ചിൻ ഓയിൽ അത്യാവശ്യം ലെവൽ കുറവുണ്ട്. എഞ്ചിൻ ഓയിലൂടെ മാറ്റി റീസെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി പോയി. ഒരു പക്ഷേ ചിലപ്പോൾ ഉണ്ടാക്കി ചിലപ്പോൾ തീരുള്ളൂ. അപ്പോൾ മാക്സിമം തീർക്കാൻ നോക്കാം. നാളെ ഉച്ച നമ്മൾക്ക് എടുക്കാവുന്ന കുറച്ച് റീസെറ്റ് ആക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ